ബാദുഷുക്ക ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ പാർക്കാടി ക്ഷേത്രത്തിലെ പരിപാടികൾക്കൊക്കെ ഒരു തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തോളം ആയിണ്ടാവൂലേ അവിടെ പ്രോഗ്രാം നടത്തുന്നു. അപ്പൊ അവിടെ ഒരു വലിയൊരു ആത്മബന്ധം ഉണ്ട്. അവിടെ ഉണ്ട്. പാർക്കാടി അമ്മ എന്ന് പറഞ്ഞാല് അത് വലിയൊരു തന്നെയാണ്. എന്റെ ജീവിതത്തിൽ ഒരു പ്രൊഫഷണൽ പരിപാടി തുടങ്ങിയത് അവിടെ നിന്നാണ്. അതെ, എനിക്ക് അവിടെ ഇന്ന് മലയാള സിനിമയിലും ഇപ്പോ വലിയ വലിയ ആൾക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൂടുന്ന അവിടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവര് വലിയ വലിയ സ്റ്റേജുകൾ. തുടക്കം കാലഘട്ടത്തിൽ ഞാൻ തന്നെയാണ് അവിടെ പ്രോഗ്രാം ചെയ്തിരുന്നത്. ഒരു 6 ദിവസം 7 ദിവസം ഒരു പ്രോഗ്രാം വെക്കാന്ന് പറഞ്ഞാല് അന്ന് നമുക്ക് പരസ്യങ്ങളൊക്കെ ഒരു ബാനർ വെച്ചാല് അതിന്റെ പകുതി കിട്ടും, തിരിച്ചു കൊണ്ടുകൊടുത്ത അങ്ങനെയാണ് പ്രോഗ്രാമുകൾ. പിന്നെ പിരിവുകളൊന്നും അങ്ങനെ ഇല്ല. ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ വെച്ച് ഈ 6 ദിവസത്തെ പ്രോഗ്രാം എന്ന് വരുത്തിട്ട് 12 വർഷം ഞാൻ തുടർച്ചയായിട്ട് ചെയ്തിട്ട് 34 ദേശക്കാര് 36 ദേശക്കാര് അവിടെ എന്നെ ആദരിച്ചു, ആ അമ്പല കമ്മിറ്റി. ആണല്ലേ അത് എന്റെ ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യമാണ്. പല സാധനങ്ങളും ഓരോ ദേശക്കാര് അവരെ കൊണ്ട് കഴിയാവുന്ന സ്നേഹത്തോടെ തന്നു. അത് എനിക്ക് കിട്ടിയൊരു ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നീട് നമ്മൾ കുറെ ആൾക്കാരോടെ കൊടുത്തിട്ടുണ്ട്, പല മിമിക്രിക്കാരെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ദേശങ്ങൾ ഇപ്പോഴും പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് പല കമ്മിറ്റിക്കാരും. അതായത് അതിനുശേഷം പിന്നെ വലിയ വലിയ പ്രോഗ്രാമുകൾ വരുമ്പോൾ പല സംഘടനകള്, കാരക്കോട് കമ്മിറ്റി, സനാതന, അങ്ങനെ കുറെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ നമുക്ക് പൈസ തരും. നമ്മള് പ്രോഗ്രാം അടിപൊളിയായി എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും അപ്പൊ വലിയ പൊസിഷൻ എത്തിയാലും നമ്മൾ ജന്മനാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട്. ജന്മനാട്ടിൽ ചെയ്യുന്ന ഒരു അമ്പലത്തിൽ ഇപ്പോഴും എനിക്ക് ആ പാർക്കാടി അമ്മ എന്റെ പ്രോഗ്രാമിന് ഒരു പ്രീതി ഉണ്ട് അമ്മയ്ക്ക്. കാരണം അത് അവിടെ വന്ന വഴിയിലെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് വലിയ ഭാഗ്യം. കാരണം അമ്മയുടെ മുന്നിൽ നിന്ന് തുടങ്ങിയ ഒരു ഇത് ഇന്ന് ഈ കലാപം ബാദുഷയില് എത്തി നിൽക്കുന്നു. അതിനാൽ അത് ഒരു അമ്മയുടെ ഒരു ഇത് തന്നെയാണ്. ഇന്ന് എന്ത് തിരക്കുണ്ടായാലും ആ പ്രോഗ്രാം ചെയ്തതല്ലേ വേറെ ചെയ്യുള്ളൂ. അതെ, ഞാനൊരു മുസ്ലിമാനാണെങ്കിലും ആ അമ്പലത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ, നമ്മൾ ജനിച്ചു നടന്ന നാട്, ഞാൻ ഓരോ ആർട്ടിസ്റ്റുകളോട് വലിയ വലിയ റേറ്റ് മേടിക്കുന്ന ആൾക്കാരാണ്. അവരോടൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുന്നിട്ട് അവിടെ വന്നിട്ട് ചെയ്തവരൊന്നും ഇന്ന് ഗംഭീരമായിട്ട് വേണം. അതിലൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ മിമിക്രിയിൽ ഏറ്റവും ടോപ്പായിട്ട് അമേരിക്ക, യൂറോപ്പ് എല്ലാം അവിടുന്ന് ഫസ്റ്റ് സ്റ്റേജാ അവന്റെ. ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കായിരുന്നു, ഞാൻ കൊടുന്നു. അവനിന്നിപ്പോ പോവാത്ത സ്ഥലങ്ങളില്ല. അത് അവൻ പറയും ചെയ്യും അവന്റെ ഇന്റർവ്യൂവിൽ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ അവിടെ വന്നിട്ട് വലിയ പ്രസിദ്ധിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു അമ്പലം, പാർക്കാടി അമ്പലം, അവിടുത്തെ ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു. ഈ ബാദുഷ എന്തേലും ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാരും എന്റെ ഒരു നാടിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഏതൊരാൾക്കും എന്താവാൻ പറ്റുള്ളൂ. അതെന്റെ നാടിന്റെ സപ്പോർട്ട് ഉണ്ട്. എന്റെ ഈ പാർക്കാടി അമ്മയുടെ ഒരു ഇതുണ്ട്. അതുപോലെ കുറെ കമ്മിറ്റിക്കാര് എടുത്തപ്പോ കുറെ കമ്മിറ്റിക്കാര് നമ്മൾ അമ്പലത്തിന്റെ ആള്, കുട്ടൻ, അച്ഛൻ, അങ്ങനെ കുറെ അവിടുത്തെ തിരുമേനി, എല്ലാ ആൾക്കാരും. അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമില്ല. എന്നാല് നമ്മള് അത് ഇത്രയും കൊല്ലായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിശയമാണ്. ഇത് ഇത്രയും ആർട്ടിസ്റ്റുകളെ കൊടുത്ത് പ്രോഗ്രാം ചെയ്ത് സക്സസ് ആവണം. അത് ഇത്രയും പൈസ അന്നൊക്കെ പറഞ്ഞാൽ ഒരു 10,000 രൂപയ്ക്ക് പ്രോഗ്രാം നടത്താം ഒരു മാക്സിമം. പിന്നെ അത് 1.5 ലക്ഷമായി 2 ലക്ഷമായി. ഇതൊക്കെ ചിലപ്പോൾ പരിപാടി തുടങ്ങുന്ന സമയത്തൊന്നും 5ന്റെ പൈസ ഉണ്ടാവില്ല. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പരിപാടി ഞങ്ങളത് ആകെ ഒരു 15,000 രൂപ കയ്യിലുണ്ടായിരുന്നു ഒരു ഗാനമേള വെക്കാൻ. പാട്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള 1-2 ലക്ഷം രൂപ വേണം. അപ്പൊ പാർക്കാടി അമ്മ അത് ആ ടൈം ആകുമ്പോഴത്തേനും പൈസ ആക്കി തന്നു. അതിൽ 1.5 ലക്ഷം രൂപ എവിടുന്ന വന്നെന്നറിയില്ല. പിന്നെ നമ്മളത് കഷ്ടപ്പാട് ഉണ്ട്, ഒരുപാട് ടെൻഷൻ ഉണ്ട്, ഒരുപാടുണ്ട്. ടെൻഷൻ അടിച്ചൊരു ജീവിതം തന്നെ ഉണ്ട്. എന്നാല് എപ്പോഴും BP കൂടുന്ന ഒരാളാണ്. കാരണം എന്നാലും ദൈവം സഹായിച്ച് ഇന്നീ നിലയിലെത്തി. ഇതുപോലുള്ള ഓരോ വേദികളിൽ വരാൻ പറ്റി, കുറെ ആൾക്കാരെ കാണാൻ പറ്റി. ഇനിയും മുന്നോട്ടുള്ള യാത്ര ദൈവം നല്ല രീതിയിൽ പോകാനുള്ളൊരു ഭാഗ്യം തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എന്നും എല്ലാവരും ഒപ്പം ഉണ്ടാവും. അത് ഞാൻ പറയുന്നത് നമ്മൾ വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്ക് ഇപ്പോഴും ഇല്ല. ഞാനിപ്പോഴും ഒരു ബാദുഷ, കലാഭവനും ഗിന്നസ് ഒക്കെ പിന്നെയാണ് വന്നത്. പണ്ടൊരു കുന്നംകുളത്ത് ഐസ്ക്രീം വിറ്റ് നടന്നിരുന്ന, പ്രോഗ്രാം ചെയ്തിരുന്ന, ജാടയില്ലാത്തൊരു മിമിക്രിക്കാരൻ ഇപ്പോഴും നമ്മൾ നടക്കുന്നു. മോന് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ കുറെ വേദികളിലും. ഇപ്പോ കുന്നംകുളത്ത് എല്ലാ പൊതുവേദികളിലും നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ് കലാഭവൻ ബാദുഷ. ശരിയല്ലേ? എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോ വലിയൊരു ബിസിനസ്സുകാരനാണെന്ന് എല്ലാവരും സംശയിക്കുക. അദ്ദേഹം വലിയൊരാളാണ്. അദ്ദേഹത്തിന് കൊച്ചിൻ FM ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ടൊരു ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആ കൊച്ചിൻ ഇവിടെ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആണല്ലോ, അത് നല്ല ആൾക്കാർ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കുറെ ആൾക്കാർ, അതുകൊണ്ട് എനിക്ക് കുറെ പ്രോഗ്രാമുകൾ കിട്ടി. ആ കൊറോണ സമയത്തായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ കല്യാണ പ്രോഗ്രാം വിളിച്ചു. പിന്നെ കൊറോണ സമയത്തൊക്കെ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ കിറ്റുകള്, അരി സാധനങ്ങള് ദുബായിൽ നിന്നടക്കം നമുക്ക് തള്ളല്ല കെട്ടുകളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം നമുക്ക് 12 കലാകാരന്മാർക്ക് ഗൾഫിൽ നിന്ന് നമുക്ക് കൊണ്ടുതയച്ചു. അപ്പൊ അത് എൻ്റെ ഒരു ഇതില് മിമിക്രി കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. അത് അവര് തൃശ്ശൂർ വെച്ചിട്ടാണ് തന്നത്. അപ്പൊ ബന്ധങ്ങളുണ്ട്. സിനിമ ആയാലും ഗൾഫിലായാലും
ഏതൊരു ആൾക്കാരായാലും ബന്ധങ്ങളുണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ സൂക്ഷിക്കുന്നു. അത് എന്നും അങ്ങനെ ഉണ്ടാവും. എൻ്റെ എല്ലാ സപ്പോർട്ടും ഇനിയും എല്ലാവർക്കും ഉണ്ടാവും. ഇനിയുള്ള കാലഘട്ടത്തിൽ പുതുതലമുറകൾ വരുന്നുണ്ടല്ലോ മിമിക്രിയിലൂടെ ഒക്കെ, അവർക്കൊക്കെ കലാഭവൻ ബാദുഷയിലൂടെ എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മള് മിമിക്രി ആയാലും ഇപ്പൊ എന്ന് പറഞ്ഞാൽ പഴയ മിമിക്രി പോലല്ല. ഇപ്പൊ വരുന്ന തലമുറ എന്ന് പറയുമ്പോൾ നമ്മളെ നെറ്റിക്കുന്ന ആൾക്കാരാ. ഞങ്ങൾ നെറ്റിപ്പോയി. അതായത് മഹേഷ് കുഞ്ഞുമോനൊക്കെ പറഞ്ഞാല് അവരൊക്കെ എടുക്കുന്ന സാധനങ്ങൾ ഇപ്പൊ നസീർക്കടക്കം, കോട്ടയം നസീർക്കടക്കം ഇങ്ങനെ ഇത് എടുക്കാൻ പറ്റുന്നു. പറഞ്ഞാല് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമ്മള് പുതിയ പുതിയ ഐറ്റംസുകൾ കണ്ടുപിടിക്കണം. ഏതൊരു മിമിക്രിക്കാരനായാലും കലാകാരനായാലും പാട്ടുകാരനായാലും നമ്മൾ സമൂഹത്തിൽ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ നിൽക്കുക, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക, ജാട പിടിക്കാതിരിക്കുക. ജാട പിടിച്ചാൽ ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കില്ല. നമുക്ക് അവസരങ്ങൾ വരും, നമ്മളെ തളർത്താനും ഒക്കെ ആൾക്കാരുണ്ടാവും. അതിലൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് വരണം. അങ്ങനെ വന്നൊരു കലാകാരനാണ് ഞാൻ. അത് ഏത് മേഖലയിലും ഉണ്ടാവൂല, ഈ തളർത്താൻ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ വിഷമങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് എൻ്റെ അടുത്ത് വേറൊരു കലാകാരൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞു പോയതിനെ ആലോചിച്ചിട്ട് കാര്യമില്ല. അത് ആലോചിച്ചാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ വന്നാലാണ് ഇന്ന് മിമിക്രി രംഗത്തായാലും കലാരംഗത്തായാലും പാട്ട് രംഗത്തായാലും ഏത് രംഗത്തായാലും. ഞാൻ ഏറെ കൊതിച്ചൊരു ഇതാണ് നാടകരംഗത്തിൽ. കാരണം ശിവജി ഗുരുവായൂർ എന്ന് പറഞ്ഞ വലിയൊരു നടൻ്റെ ഒപ്പം അദ്ദേഹം ഹേമകുന്തുമാർ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പൂമാതെ പൊന്നമ്മയിലൊരു മല്ലെന്നുണ്ടൊരു ക്യാരക്ടർ. അപ്പൊ അതിന്റെ ഞങ്ങള് ഗ്രൂപ്പിലിട്ടപ്പോഴാണ് ആ ക്യാരക്ടർ, ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അതിന്റെ ക്യാരക്ടറിന്റെ വലുപ്പം മനസ്സിലായത്. അപ്പോ നമ്മള് ജീവിതത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഇനി വരുന്ന കലാകാരന്മാര് നല്ല രീതിയിൽ നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്യുക, ആളുകളെ സഹായിക്കാനുള്ളൊരു മനസ്സ്. അതിനാൽ അതെന്തെങ്കിലും നമുക്ക് ഒരു മനസ്സിന് സുഖമുള്ളൂ. വരുന്ന ആൾക്കാർ ഇനി പുതുമകൾ കണ്ടെത്തണം, വേദികൾ കിട്ടും. ഇനി വരാൻ പോകുന്ന കലാകാരന്മാർക്കൊക്കെ ഈ കോമഡി മാസ്റ്റേഴ്സ് അതുപോലത്തെ വേദികളൊക്കെ വലിയൊരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും ഇനിയും വലിയ വലിയ പ്രോഗ്രാമുകളാണ്. ബാർഷികയുടെ കാലഘട്ടത്തിൽ അത്രയും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുറച്ച് കുറവായിരുന്നു. പിന്നെ അതാണ് നമുക്ക് അന്ന് സോഷ്യൽ മീഡിയകൾ കുറവായിരുന്നു. പിന്നീട് കോമഡി ഉത്സവം വന്നപ്പോഴാണ് ഞാനൊക്കെ തുടക്കത്തിൽ ഒരു 5 എപ്പിസോഡ് 6 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. തുടക്ക കാലഘട്ടം 89 എപ്പിസോഡായിരുന്നു. ഇപ്പൊ അത് 600-700 ആയി. ഇനിയും നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള വേദികളുണ്ട്, പല വേദികളുണ്ട്. ഒരു ശരി വെമ്പർശ്ശേരി കോമഡി മാസ്റ്റേഴ്സ് ഇനിയിപ്പോ കേരളത്തിൽ വരാൻ പോകുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ ആൾക്കാർ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് മൊത്തത്തിൽ പറഞ്ഞ ഈസിയാണ് ഒരു വേദി കിട്ടാൻ, ഒന്ന് അറിയപ്പെടാൻ. ഇപ്പൊ ഇതുപോലത്തെ ഒരു പാട്ട് പാടാൻ മതി. വേദിയിൽ വരാൻ മിമിക്രി മാത്രം പഠിക്കണമെന്നില്ല, ഒരു പാട്ട് പാടിയാൽ മതി. അത് നല്ല രീതിയിൽ പാടിയാൽ, ഞാനിപ്പോ പാട്ടുകൾ പാടാറുണ്ട്. നമ്മള് മിമിക്രി ആണെങ്കിലും ചില വേദികളിൽ ഞാൻ ഒരു പാട്ട് പാടിയപ്പോൾ ഒരു കലാകാരൻ പറഞ്ഞു നല്ലൊരു വോയിസ് ആണ്, നിങ്ങൾ പാട്ട് പാടണം. അപ്പൊ ഞാൻ വേദികളിൽ പാട്ട് പഠിക്കാറുണ്ട്, മിമിക്രിയും ചെയ്യാറുണ്ട്. നമ്മള് എന്ത് പറഞ്ഞാലും ചെയ്യാറുണ്ട്. അപ്പൊ മോനായാലും നമ്മളിപ്പോ എവിടെ വെച്ചിട്ടാണെങ്കിലും ഒരു ജാടയില്ലാതെ നമ്മള് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാം. പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. നമ്മള് സമൂഹത്തിൽ എല്ലാവരായിട്ടും ഒരു ബന്ധങ്ങള് അവസരങ്ങളുണ്ട്. ഇപ്പൊ വരുന്ന പുതിയ കലാകാരന്മാർക്ക് അവസരങ്ങളുണ്ട്. അത് നന്നായി എല്ലാവരും ഇതാക്കിയാൽ ശരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ വരാൻ സാധിക്കും. മിമിക്രി എപ്പോഴെങ്കിലും ഒരു ബിസിനസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, മിമിക്രി ബിസിനസ്സായിട്ട് നമുക്കൊരു പേയ്മെന്റ് കിട്ടിയിരുന്നു അന്നും ഇന്നായാലും. കലാഭവനിലാണെങ്കിലും ഒരു പേയ്മെന്റ് കിട്ടിയായിരുന്നു. ഇപ്പോഴും നമ്മൾ ചോദിച്ച് മേടിക്കാറില്ല. ചിലർ അറിഞ്ഞു തരും, ചിലർ തരും, ചിലർ ഗിഫ്റ്റ് മുഖേന തരും. ചിലപ്പോൾ നല്ല ഗിഫ്റ്റ് ആയിരിക്കും, ചിലർ പൈസ ചോദിച്ച്. ഇതൊരു ബിസിനസ്സായിട്ട് ഞാൻ ഇതുവരെ കരുതിയിട്ടില്ല. നമ്മൾ പ്രോഗ്രാം എടുക്കുമ്പോൾ മൊത്തം ഒരു കല്യാണം ആയാലും വലിയ ഷോകളാണെങ്കിലും എടുക്കും. അതിനൊരു എമൗണ്ട് പറയും, അതിന് നമുക്കൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അതിൽ വെച്ചിട്ട് വലിയ വേദനക്കാറില്ല. കലയെ വിറ്റിട്ട് നമ്മൾ ഇതുവരെ ആക്കിയിട്ടില്ല. അതിൽ കാര്യമില്ല. അതാണ് ബാദുഷാന്റെ ഏറ്റവും വലിയൊരു വിജയം. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ചിലരേക്കും പല ആൾക്കാരും പല പൈസകൾ ഉണ്ടാക്കിയിട്ട് നമ്മള് ഒരു നോർമൽ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഒരു ബിസിനസ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊപ്പം വന്ന നടന്മാരും നമ്മളൊപ്പം ഉണ്ടായിരുന്ന മിമിക്രിക്കാരും ലക്ഷങ്ങളെ മേടിക്കുന്നത്. നമ്മൾ അങ്ങനെ പൈസ ഒന്നും പറയാറില്ല, തന്നത് മേടിച്ചിട്ട് പോരും. ഇനിയിപ്പോ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മളതൊരു സന്തോഷം. നമ്മളൊരു മിമിക്രി കളിച്ചിട്ട് ഒരാൾ കൈയടിക്കുമ്പോൾ, ഒരാൾ ചിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് അങ്ങനെ വേദി കിട്ടാൻ കുറെ ആൾക്കാർ കൊതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും തരാറുണ്ട്. ചിലര് നമ്മൾ ചാരിറ്റി പരിപാടി ചെയ്യുമ്പോൾ ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല. നമ്മളത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും, അവരവരുടെ കയ്യടി. ഇപ്പം അടുത്ത് ഞങ്ങളിപ്പോൾ ചേറ്റുവയിലൊരു പ്രോഗ്രാം ചെയ്തു. അത് ചെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളെ മക്കളൊക്കെ പറഞ്ഞാല് മക്കള് എന്ന് പറഞ്ഞാൽ അത് കാണേണ്ട ഒരു കാര്യമാണ്. അതിൽ വയ്യാത്ത കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അവരൊക്കെ ഒന്ന് കയ്യടി, നമ്മളൊരു പ്രോഗ്രാം കണ്ട് കയ്യടിക്കാന്ന് പറയുമ്പോൾ അതാണ് നമുക്കൊരു വരുമാനം. അല്ലാതെ വേറെ അവിടെ നിന്ന് ഒരു പൈസ മേടിക്കാന്നില്ല. അവരെ ഒരു ഗിഫ്റ്റ് തന്നു, അത് നല്ലൊരു സന്തോഷമായിട്ട് മേടിക്കുന്നു. എന്തായാലും എന്നും ഈ ഒരു എളിമ
കലാഭവൻ ബാദുഷയൊക്കെ ഉണ്ടാവട്ടെ. അതെ കാരണം വെച്ചാല് വന്ന വഴി മറക്കാണ്ടുള്ള ഈ മുന്നോട്ടുള്ള യാത്ര നമ്മള് ഇനി ഒരുപാട് ഉയരങ്ങളിൽ നിങ്ങൾ എത്തും.